ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് അയക്കണം. ഓക്കെ. മിസ് വന്നുട്ടോ. ഇനി വേണ്ടണ്ട. ഗുഡ് ആഫ്റ്റർനൂൺ. ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഭയങ്കര ബഹളം കേട്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര ഭയങ്കര ബഹളമായിരുന്നല്ലോ. അത് ഞങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്തതാ, മറ്റേ മിസ് പോയി. നിങ്ങളുടെ ബഹളം കേട്ട് ഞാൻ പേടിച്ചു വരുന്നുണ്ട്. ഞാനിവിടെ മിണ്ടാണ്ടിരുന്ന കുറച്ച് നേരം. ഇതാണ് ഈ ബഹളത്തിന്റെ. നിങ്ങളെ കണ്ടാൽ എല്ലാരും മിണ്ടാതൊക്കെയുള്ളൂ വെച്ചിട്ട് ഞങ്ങള് പിന്നെ ഒന്നും പറയാഞ്ഞത്. നിങ്ങൾ വരുന്നത് വരെ ഞങ്ങൾ പറയാന്ന് വിചാരിച്ചു. ടീച്ചർ പോയപ്പോ തന്നെ ഞാനിവിടെ ഫ്രണ്ടിലുണ്ട്. ടീച്ചർ പോയപ്പോ തുടങ്ങി ഞാനും അവരോട് ചോദിക്കുന്നു, ടീച്ചറോട് ഇതെന്താ പിള്ളേര് പോയപ്പോ തന്നെ, ടീച്ചർ പോയപ്പോ തന്നെ പിള്ളേരെന്താ ബഹളം വെക്കണേന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങള് മാമിനെ കണ്ടില്ലായിരുന്നു, അതാ. ഞാനിവിടെ വന്നതല്ലേ നോട്ട് മാറ്റി പ്രിന്റ് മാറ്റി. എന്തേ നിങ്ങൾക്ക് ഇത് വിസിബിൾ അല്ലേ? പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ട് കാണാൻ പറ്റുന്നില്ല? പക്ഷെ ശ്രദ്ധിച്ചില്ല. അല്ല അല്ല അതിനെ കുറിച്ചല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്ന, ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന? ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അല്ല, അത് പ്രിന്റ് എടുത്തല്ലേ ഒരാളെ പേജ് മിസ്സായിട്ടുണ്ട്, അപ്പൊ ഏതാണെന്ന് ചോദിച്ചതാ. അപ്പൊ പറഞ്ഞു. ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കാണാനില്ല എന്നുള്ള രീതിയിലാണോ നിങ്ങൾ പറയണേ? അങ്ങനത്തെ പ്രോബ്ലം ഇല്ല കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ, കാർഡിയോളജി ആണ് അല്ലെ? ഇതല്ലേ ഇവിടെ നിന്നല്ലേ നമുക്ക് എടുക്കണ്ടേ? കാരണം കഴിഞ്ഞ ഇനിയിപ്പോ നമുക്ക് സമയം കളയാനില്ല. ഓൾറെഡി 2-3 മിനിറ്റ് പോയി. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് എത്രാമത്തെ ചാപ്റ്റർ ആന്ന് പറയാമോ? ഞാൻ കുറെ ചാപ്റ്റർ ഒന്നും ആയിട്ടില്ല. ഞാൻ ആകെ ഒരു ചാപ്റ്റർ കൊണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ദിവസമായി. 5 ഡിപ്പാർട്ട്മെന്റ്സ് പിന്നെ ഹോസ്പിറ്റൽ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ, അതാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ. ഒരു വലിയ കാർഡ ചാപ്റ്റർ ആയതുകൊണ്ട് തീരുന്നില്ല അല്ലെ? അതിനിടയിൽ കൂടി കുറെ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങളൊക്കെ നമുക്ക് അവധി പോയി. അങ്ങനെയൊക്കെ വന്നപ്പോ ആണ് പ്രശ്നമായി. അപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ വരെ കാർഡിയോളജിയുടെ തൊട്ട് മുന്നിലുള്ള കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെന്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ OPD, IPD ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തരംതിരിച്ചു എന്നും OP ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന OP സർവീസസും അതുപോലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപേഷ്യന്റ് സർവീസസും ആയിട്ട് തരംതിരിച്ചു എന്നും അതിനകത്ത് പറഞ്ഞ് നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് വന്ന ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ദ ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ് ഓഫ് അവർ ഹാർട്ട് അല്ലെ? ഹ്യൂമൻ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്, സർക്കുലേഷനുമായി, എന്ത് സർക്കുലേഷനാ? ബ്ലഡ് സർക്കുലേഷൻ അല്ലെ? അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. And in this department, specialized services of diagnosis and treatment of the diseases of heart is provided. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്, അതിന്റെ ക്രമക്കേടുകള്, താളക്രമങ്ങള് ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങള്, രോഗങ്ങള്, ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ആൻഡ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഏരിയ, ഇത് എന്താ പറയാ, നമ്മൾ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സേവനമാണ് കേട്ടോ കാർഡിയോളജി സർവീസസ്, അല്ലെങ്കിൽ കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് പെട്ടെന്ന് ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ളവരെയും ചികിത്സിക്കും. ഔട്ട് പേഷ്യൻസ് ആയിട്ടുള്ളവരെ വന്ന് ചികിത്സ നേടി അന്ന് തന്നെ പോകും. അത് അങ്ങനെയും ചികിത്സിക്കുന്നുണ്ട്. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ കൊറോണറി ആർട്ടറി ഡിസീസ്. നമ്മുടെ ഹാർട്ടിന്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും ഒരു ബിഗ്ഗസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു ഏരിയ, ഒരു ഡിസീസ് ആണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ CAD എന്നതിനെ അബ്രീവിയേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ മറക്കണ്ട, പറയാ കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്, CAD ആണ്. ആൻഡ് an example for CAD is given. It is
ആൻജൈന. ഈ CAD എന്ന് പറയുന്ന കൊറോണറി ആർട്ടറി ഡിസീസ് ഒരു വലിയ ഹാർട്ടിന്റെ ഏറ്റവും വലിയ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു രോഗമാണ് CAD എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് ആൻജൈന എന്ന് പറയുന്ന രോഗം. ഈ ആൻജൈന മീൻസ് ഇറ്റ്സ് എ സിവിയർ പെയിൻ ഓൺ ദ പാർട്ട് ഓഫ് അവർ ചെസ്റ്റ് വിച്ച് often spreads to our neck, shoulders and arms due to inadequate supply of blood into heart. അതായത് ആൻജൈന എന്ന് പറയുന്ന രോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചിലുണ്ടാകുന്ന ഒരു വേദനയാണ്. നെഞ്ചുവേദന ഒത്തിരി സിവിയർ ആയിട്ടുള്ള ഒരു നെഞ്ചുവേദനയായിരിക്കും. ഉള്ളി ആ നെഞ്ചിന് മാത്രമാണെങ്കിൽ പ്രശ്നമില്ല. അതേസമയം ആ നെഞ്ചുവേദന പതുക്കെ ആ വേദന ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കഴുത്തിലേക്കും അതുപോലെ ഷോൾഡേഴ്സിലേക്കും ആംസിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടായെങ്കിൽ ഓർക്കുക, അത് എന്താണ് കുറച്ച് നമ്മളുടെ ഈ ആൻജൈന പോലെയുള്ള ഡിസീസസിന്റെ ഒരു ലക്ഷണമായിരിക്കാം, സിംറ്റമായിരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വേദന ഇവിടുന്ന് വന്നിട്ട് അവിടെ തന്നെ തങ്ങുകയല്ല ചെയ്ത് സ്പ്രെഡ് ചെയ്യാണ് നെക്കിലേക്കും അതുപോലെ തന്നെ ഹാൻഡിലേക്ക് ഷോൾഡേഴ്സിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അത്തരം വേദനകൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോഴൊക്കെ ഈ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ അതൊരു കോമൺ ഡിസീസായി മാറി ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ. അതൊക്കെ കുറെയൊക്കെ നമ്മളുടെ തന്നെ എന്താ പറയാ ശ്രദ്ധയില്ലായ്മയാണ്, കെയർലെസ്നെസ് ആണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സുകളൊക്കെ മാറി. അതുപോലെ നമുക്ക് എക്സസൈസ് ഇല്ല, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കുറവാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ഹാർട്ട് പ്രോബ്ലംസിന്റെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം വേദനകൾ അങ്ങനെ ഉണ്ട് എങ്കിൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നെക്കിലേക്കും ഷോൾഡേഴ്സിലേക്കും ഒക്കെ മാറുന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, അത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ആൻജൈന പോലെയുള്ള രോഗത്തിന്റെ ഒരു സൈൻ, ഒരു സിംപ്റ്റം ആയിരിക്കാം. സോ ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു കൺസൾട്ട് എ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ആരെങ്കിലും കാണിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് സംശയം വെച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അതങ്ങനെ നോക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെയുള്ള വേദനകൾ ചേർത്തൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നു. അവസാനം ഇത് മൊത്തത്തിൽ അങ്ങോട്ട് നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. ബിക്കോസ് ഈ ആൻജൈന ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് സപ്ലൈ ഇല്ലാത്തത് കൊണ്ടാണ്, ബ്ലഡിന്റെ സപ്ലൈ ഹാർട്ടിലേക്ക് അധികം ആവശ്യത്തിന് കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു എന്താ പറയാ ഒരു ബ്ലോക്കേജ് ആണ് വരിക. അതുകൊണ്ടാണ് ആ ഒരു എന്താ പറയാ കടക്കുന്ന അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്ന ബ്ലഡിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുമ്പോ അത് ശരിയായ രീതിയിലുള്ള സർക്കുലേഷൻ അല്ല. അതുകൊണ്ട് നമുക്ക് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. അതിങ്ങനെ പതുക്കെ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ആൻജൈന എന്ന് പറയുന്ന രോഗം. ആൻഡ് ദിസ് ആൻജൈന or coronary artery disease can be cured by coronary artery bypass grafting. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ആൻജൈന ഉണ്ടാകുന്നത്? ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി ഹാർട്ടിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടാണ്, ഹാർട്ടിലേക്ക് ശരിയായ രീതിയിലുള്ള പമ്പിംഗ് ഓഫ് ബ്ലഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന സിവിയർ പെയിൻ നമുക്ക് ചെസ്റ്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം? എന്തുകൊണ്ട് ഈ പറയുന്ന ബ്ലഡ് കൃത്യമായി അങ്ങോട്ട് പമ്പ് ചെയ്യപ്പെടുന്നില്ല? ആ ഒരു പമ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബോഡിക്ക് ഇന്റേണൽ ഓർഗൻസും നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസും ഒക്കെ ഓരോ പ്രത്യേക ഫങ്ഷൻസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതേസമയം അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പമ്പ് പടയേണ്ട ഒരു ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ്, അത് പോകേണ്ട ആ ഒരു രീതിയും ഒക്കെ ഉണ്ട്. അതിനൊരു പാത്വേ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇരുന്നാൽ മാത്രമേ കൃത്യമായിട്ട് പമ്പ് ചെയ്ത് ബ്ലഡ് ഹാർട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന സംതിങ് ഹാപ്പൻസ്. അവിടെ എന്താ പറയാ ബ്ലോക്കേജ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അഡക്വേറ്റ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ബ്ലഡ് ഹാർട്ടിലേക്ക് എത്താത്തത്. അതിന്റെ കാരണം എന്താ? നമ്മുടെ ഹാർട്ടിന്റെ ആർട്ടറീസില്, ഹാർട്ടിന്റെ ധമനികളില് ഈ പറയുന്ന പോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള കൊളസ്ട്രോളില്ലേ അതിങ്ങനെ അവിടെ ചെന്ന് ഈ ആർട്ടറീസിന്റെ ഭിത്തിയില് പ്ലാക്സ് രൂപത്തിൽ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യും. അതിന്റെ ഈ പ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാക്സ് രണ്ട് രീതിയിലുണ്ട്. കൊളസ്ട്രോൾ പ്ലാക്കും ഉണ്ട്, അതുപോലെ ഡെന്റൽ പ്ലാക്കും ഉണ്ട്. ഈ എന്തെങ്കിലും ഒരു കട്ടിപ്പിടിച്ച ഒരു വസ്തു പോലെ ഈ ഇപ്പൊ അതിങ്ങനെ വരച്ചിട്ട് ഡെന്റൽ പ്ലാക്ക് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാ കാണിക്കുന്നത്. അത് പുറത്തേക്ക് വന്ന ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടെന്നുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മറ്റേത് ഹാർട്ടിന്റെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് റിമൂവ് ചെയ്യുന്ന അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. ഈ നമ്മുടെ പല്ലൊക്കെ കുട്ടികളിലൊക്കെ, ചെറിയ കുട്ടികളിലൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കും അല്ലെ? അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അവരോട് തന്നെ ചെയ്തോളാൻ പറയും. നമ്മൾ കുറച്ച് ശീലിപ്പിച്ചു കഴിയുമ്പോൾ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴേക്കും അവർ നമ്മൾ പറയും അവരോട് ചെയ്തോളാൻ. അപ്പൊ ഇവർ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലുള്ള ഒരു സബ്സ്റ്റൻസ് വന്നിങ്ങനെ പല്ലിന്റെ വിടവുകളിലോ അല്ലെങ്കിൽ അറ്റത്തൊക്കെ വന്നിട്ട് ആ ഒരു എന്താ പറയുക നമ്മുടെ മോണയുടെ കട വന്നിട്ട് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യും. കുറേശ്ശൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലായിരിക്കും അത് അങ്ങനെ വന്ന് കുന്നുകൂടി ഇങ്ങനെ ഇരിക്കും.
അപ്പൊ അതൊരു നമ്മള് എന്തെങ്കിലുമൊക്കെ ഡെന്റിസ്റ്റിന്റെ ഒക്കെ എടുത്തുകൊണ്ട് അത് റിമൂവ് ചെയ്യുമ്പോ അത് പൊടിഞ്ഞ് ഒരു സിമന്റ് പൊടിച്ചു വരുന്ന പോലെ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെയുള്ള പ്ലാക്സ് ഹാർട്ടിന്റെ ആർട്ടറീസിലും വന്ന് ബിൽഡപ്പ് ചെയ്യുന്നു. അതെന്തുകൊണ്ടുള്ള പ്ലാക്സ് ആണ്? രണ്ട് പ്ലാക്സ് തന്നെയാണ്. മറ്റേത് ഡെന്റൽ പ്ലാക്ക് ആണ്, പല്ലിൽ വന്ന് അടിയുന്നത്. ഇത് ഹാർട്ടിന്റെ ഭിത്തിയിൽ വന്ന് അടിയുന്നത് എന്തായിരിക്കും? കൊളസ്ട്രോൾ പ്ലാക്സ് ആണ്. ഈ കൊളസ്ട്രോളിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികമൊക്കെ ആകുമ്പോൾ ഇത് വന്ന് ഇങ്ങനെ ആർട്ടറീസിൽ വന്ന് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ അടിഞ്ഞ് കൂടി നിൽക്കും. അതിന് ഉദാഹരണം പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ എന്താ പറയാ, വീട്ടിൽ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന വാഷ് ബേസിൻ അല്ലെ, അതിൽ കൂടി നമ്മൾ പാത്രങ്ങളൊക്കെ കഴിയുമ്പോൾ വേസ്റ്റ് ഒക്കെ അങ്ങോട്ട് പോകും. വേസ്റ്റ് ഒക്കെ പരമാവധി നമ്മൾ മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പാത്രങ്ങൾ ഡിഷൊക്കെ നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്. പക്ഷെ എങ്കിലും എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചില പാർട്ടിക്കിൾസ് നമ്മുടെ ഫുഡിന്റെ വേസ്റ്റിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ അറിയാതൊക്കെ ഈ കുഞ്ഞു ഇതിൽ കൂടിയൊക്കെ അങ്ങോട്ടേക്ക് പോകും. പക്ഷെ ഇത് ചിലതൊക്കെ എന്ത് ചെയ്യുന്നത്, അവിടെ വന്ന് അതിന്റെ ആ കുഴലിന്റെ ഭിത്തിയിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞടിഞ്ഞ് കൂടി ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ ഇത്ര ഉള്ള ഒരു കുഴലാണെങ്കിൽ അതിന്റെ ഭിത്തിയിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞടിഞ്ഞ് നിൽക്കുമ്പോ ഇത് ഇങ്ങനെ പോകാനുള്ള വഴി ഇങ്ങനെ കുറഞ്ഞു വരും ഇല്ലേ? വാട്ടർ ഇങ്ങനെ ഒഴുകി പോകാനുള്ള വഴി കുറയും. കാരണം എന്താ, ഇതിനകത്ത് വന്ന് ഇങ്ങനെ അഴുക്കുകൾ വന്നിങ്ങനെ അടിഞ്ഞ് വന്നിരിക്കും. അത് അവസാനം ഒട്ടും തന്നെ പോകാതെ ആകുമ്പോഴാണ് നമ്മുടെ വാഷ് ബേസിന്റെ അവിടെയൊക്കെ നിറച്ച് വെള്ളം ഇങ്ങനെ പൊങ്ങി വരിക. എന്ന് വെച്ചാൽ വെള്ളം പോകുന്നില്ല. അതെന്താണ്? പിന്നെ നമ്മളത് റിമൂവ് ചെയ്ത് അതിനൊക്കെ ചുരണ്ടിക്കളഞ്ഞ് അതൊന്നില്ലെങ്കിൽ അത് മാറ്റി, അല്ലെങ്കിൽ അതേ പൈപ്പ് തന്നെയാണ് വെക്കുന്നതെങ്കിൽ, ഓസ് തന്നെയാണ് വെക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് ആ പൈപ്പ് ക്ലീൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അത് റിമൂവ് ചെയ്ത് കളഞ്ഞെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ നിൽക്കും, വെള്ളം പോവില്ല, വേസ്റ്റ് വാട്ടർ ഒന്നും പോവില്ല ആദ്യം കൂടി. അപ്പൊ പാസേജ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ആൻജൈന പോലെയുള്ള ഈ പറയുന്ന ബ്ലോക്കേജസ് ആർട്ടറീസിൽ വന്ന് ഈ പ്ലാക്സ്, കൊളസ്ട്രോൾ പ്ലാക്ക് വന്ന് അടിഞ്ഞടിഞ്ഞ് കൂടി അവസാനം നമ്മുടെ ബ്ലഡിനെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നത് തീരെ കുറച്ച് അവസാനം ഒറ്റയടിക്ക് എന്ന് പറഞ്ഞ് നിന്നുപോകും. അങ്ങനെ നിന്നുപോയാൽ ഹാർട്ട് അറ്റാക്സ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്സ് ആണ് സംഭവിക്കുന്നത്. കാരണം അതങ്ങനെ പോകാനുള്ള വഴി അടഞ്ഞ് പതുക്കെ തുടങ്ങിയപ്പോ, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ബ്ലഡ് സപ്ലൈ വരാതിരുന്നപ്പോ നമുക്ക് വേണ്ടി ഒരു സൂചന തന്നു, എന്ത്? നെഞ്ചുവേദനയായിട്ട്. പക്ഷെ നമ്മള് നോട്ട് കെയറിങ് ഇറ്റ്, അതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്നു, നല്ല ഗ്യാസിന്റെ ആവും, ഇതിന്റെ ആവും എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം ഡോക്ടർ ആകും. എന്നിട്ട് എന്ത് ചെയ്യും? അതും ഇതൊക്കെ വാരി തിന്നും. അവസാനം താൽക്കാലികമായ ആശ്വാസം കിട്ടും. പിന്നീട് വരുമ്പോഴല്ലേ. അപ്പൊ അത് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അതിനെ അങ്ങനെ കൊണ്ടു നടത്തും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒക്കെ നമുക്ക് അറിയാം, മിക്കവാറും നമ്മളുടെ എല്ലാ വർഷത്തിലും ഒരിക്കലൊക്കെ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നൊക്കെ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ആ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കുറവായത് കൊണ്ടാണ്. എക്സസൈസ് ചെയ്യാൻ സമയമില്ല, നടക്കാൻ പോകാൻ സമയമില്ല അല്ലെ. നമ്മള് വീട്ടിലാണെങ്കിലും ഇത്ര കഠിനമായ അധ്വാനമൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ശരീരത്തിന് ഭയങ്കര ആയാസം കിട്ടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ശരീരത്തിന് അധ്വാനം കൊടുക്കുന്ന രീതിയിലുള്ള ജോലികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ എന്താ പറയാ അടിഞ്ഞുകൂടി കിടക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അടിഞ്ഞുകൂടി ഉണ്ടായ സാധനമാണ് കൊളസ്ട്രോൾ പ്ലാക്ക്. ഇറ്റ് വിൽ ബി ബിൽഡ് അപ്പ് ഇൻ ദ ആർട്ടറീസ് ഓഫ് ഹാർട്ടിന്റെ ആർട്ടറീസ്, ധമനികളിലാണ് ഇത് ചെന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുക. അപ്പൊ ബ്ലഡിന് ശരിയായ രീതിയിൽ ഹാർട്ടിലേക്ക് എത്താനുള്ള വഴി തടയുന്നു. അപ്പൊ അത് ശരിയാക്കി കൊടുക്കണമെങ്കിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് പോലെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിലൂടെയാണ്. അപ്പൊ എന്ത് ചെയ്യും? അതിനകത്ത് നിന്നുള്ള ഈ പറയുന്ന പ്ലാക്സ് ഒക്കെ ഇങ്ങനെ ചുരണ്ടി കളഞ്ഞ് റിമൂവ് ചെയ്ത് the pathway becomes clear after removing all these plaques. ഈ പ്ലാക്സ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആർട്ടറി ക്ലീൻ ആകുന്നു, പാത്വേ ക്ലിയർ ആകുന്നു, ബ്ലഡിന് നല്ല ഇനഫ് എന്താ പറയാ സമയമെടുത്ത് ശരിയായ രീതിയിൽ അതിനെ പാസ് ചെയ്ത് എവിടേക്ക് എത്താൻ പറ്റും? ഹാർട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ മാറ്റാൻ പറ്റും. സോ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ വി ക്യാൻ ഇൻക്രീസ് അവർ ലൈഫ് എക്സ്പെക്ടൻസി. ഈ പറയുന്ന ആൻജൈന പോലുള്ള രോഗങ്ങളെ നേരത്തെ തന്നെ കണ്ടെത്തി നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് അവർ എന്താ പറയാ നമ്മൾക്ക് ജീവിക്കാനുള്ള കുറച്ചുകൂടി കാലഘട്ടം നീട്ടിത്തരുകയും ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ലീഡ് ടു എന്താ പറയാ നമുക്ക് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളിൽ നമുക്ക് മാറാനും അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കാനും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ കാർഡിയോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ. അപ്പൊ ബിഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് ഏതാണെന്ന് ചോദിക്കാം, കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്, CAD ആണ്. അതിന്റെ എക്സാമ്പിൾ ചോദിക്കാം, ആൻജൈന. What is angina? A severe pain on the part of our chest which is often spreading to our neck, shoulders and arms due to the inadequate supply of blood to heart. അതായത് നമ്മുടെ നെഞ്ചിലുണ്ടാകുന്ന വേദനയാണ്. അത് പതുക്കെ നമ്മുടെ കഴുത്തിലേക്കും കൈകളിലേക്കും തോളുകളിലേക്കും ഒക്കെ പടർന്ന്
പോകുന്നതിന്റെ ഒരു ഇതാണ്. അതാണ് നെഞ്ചുവേദനയ്ക്കുള്ള കാരണം. അല്ലെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ശരിയായ രീതിയിൽ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സർജറിയിലൂടെ എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ ബ്ലഡ് വെസൽസ് ആർ ഓൾസോ പ്രൊവൈഡഡ് ഇൻ കാർഡിയോളജി. കാർഡിയോളജിയിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പല സർജറീസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കാർഡിയാക് സർജറിയിൽ പെടുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ബൈപ്പാസ് സർജറി. ബൈപ്പാസ് സർജറി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ബൈപ്പാസ് സർജറി നടത്തുക, വാൽവ് റിപ്പയർ ചെയ്യുക, വാൽവ് റിപ്ലേസ്മെന്റ് ഉണ്ട്, പിന്നെ എന്താ പറയാ കോൺജനിറ്റൽ ഡിഫക്ട്സ് ഉണ്ട്. ഈ കോൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ദർ മേ ബി സം പ്രോബ്ലംസ് ഓൺ ദ പാർട്ട് ഓഫ് അവർ ഹാർട്ട്. ഹാർട്ടുമായി ബന്ധപ്പെട്ട് ജന്മന തന്നെ ചിലപ്പോൾ അധികം പ്രശ്നങ്ങൾ, ഒന്നിലധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് വിളിക്കുക. ജന്മനാ കിട്ടുന്ന ചില ഹൃദയ വൈകല്യങ്ങൾ, അത്തരം കാര്യങ്ങളും ഇവിടെ എന്താ പറയാ നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്തിയാൽ അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാൻ പറ്റും. ഓക്കെ, നേരത്തെ തന്നെ കണ്ടെത്തും. ചില കുട്ടികളിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഇത്രയൊക്കെ ഏജ് ആവുമ്പോൾ നമുക്ക് ഓപ്പറേഷനിലൂടെ സർജറിയിലൂടെ ഒക്കെ ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും. അപ്പൊ അതനുസരിച്ച് ഫോളോ ചെയ്താൽ നമുക്ക് അതനുസരിച്ച് നമ്മളുടെയും ലൈഫ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല വാസ്കുലർ സർജറീസും നടക്കുന്നുണ്ട്. ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന സർജറീസ് വാസ്കുലർ ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ഈസ് അനദർ ട്രീറ്റ്മെന്റ് വിച്ച് ഈസ് പ്രൊവൈഡഡ് അണ്ടർ കാർഡിയോളജി. കാർഡിയോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഒരു സർവീസ് എന്ന് പറയുന്നത് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ആണ്. ആൻഡ് വാട്ട് ഈസ് പേസ് മേക്കർ? പേസ് മേക്കർ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ചെറിയൊരു ഉപകരണമാണ്. ഏകദേശം ഒരു 10-28 ഗ്രാം മാത്രം തൂക്കം വരുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ്. അതെന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ അവർ ഹാർട്ട് റിതം ഓർ ഹാർട്ട് ബീറ്റ് ഗോസ് ടു ലോ, നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം കുറവായിട്ട് പോകുന്ന സമയത്തെ അതെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു ചെറിയ ഉപകരണം നമ്മുടെ ഈ നെക്കിന്റെ താഴെയുള്ള സ്കിൻ ഓപ്പൺ ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്യും, ഇംപ്ലാന്റ് ചെയ്യും. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെ കുറഞ്ഞു പോകുന്ന ചില ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ഭയങ്കര ലോ ആയി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പേസ് മേക്കർ എന്ന് പറയുന്ന ഉപകരണം പ്രൊവൈഡ്സ് ഓർ സെൻഡ് സിഗ്നൽസ് ടു ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കത്തെ ഹാർട്ട് ബീറ്റ് താഴെ പോകുന്നു എന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. അപ്പൊ അത് റിസീവ് ചെയ്യുന്ന ഹാർട്ട് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് എടുക്കുന്ന പോലെ എന്ത് ചെയ്യും, അത് വേഗം തന്നെ ഉണർന്നത് കറക്റ്റ് ആ പേസിൽ ആ ഹാർട്ട് ബീറ്റിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യും. ഓക്കെ, അതിനുവേണ്ടി ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ് വിച്ച് ഇസ് ഓപ്പറേറ്റഡ് ബാറ്ററിയിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവരിലും ഒന്നും പ്ലേസ് ചെയ്യണ്ട. ഇതുപോലെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന ചില ആൾക്കാരുണ്ട്. അത് പല ടാക്സിന്റെ വരുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങളായിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങളെയൊക്കെ നമുക്ക് നേരത്തെ കണ്ടെത്തിയാൽ അത് പേസ് മേക്കർ ഒക്കെ വെച്ച് നമുക്ക് കറക്റ്റ് കറക്റ്റ് ലെവലില് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പേസ് മേക്കർ. അത് നമ്മുടെ നെക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട. ഈ നെക്കിന്റെ അവിടെയുള്ള സ്കിൻ ഓപ്പൺ ചെയ്തിട്ട് ആ സ്കിന്നിന്റെ അടിയിലാണ് വെക്കുന്നത്. ഉള്ളിൽ ഹൃദയമൊന്നും തുറന്ന ഇതിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ് ഓൾസോ ഗിവൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. മയോകാർഡിയൽ ഇൻഫാക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും നമ്മുടെ കാർഡിയോളജിയിൽ കൊടുക്കുന്നത്. വാട്ട് ഈസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ? MI എന്താണത്? ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെ. ഹാർട്ട് അറ്റാക്കിന് വേണ്ടിയിട്ട്, ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയും നമ്മളുടെ ഭാഷയിൽ. പക്ഷെ മെഡിക്കൽ സയൻസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്ന വേർഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ്. ഹാർട്ട് അറ്റാക്സിനൊക്കെ ഒരു പരിധി വരെ വേണ്ട ട്രീറ്റ്മെന്റുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന്? മനസ്സിലായോ? എനി ഡൗട്ട്സ്? ഓക്കെ, അപ്പൊ കാർഡിയോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ഹാർട്ട് അതുപോലെ സർക്കുലേഷൻ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ ഹാർട്ട് ഡിസോർഡേഴ്സ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. ഇൻപേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൾ ഡിസോർഡേഴ്സ് ആൻഡ് ഡിസീസസ് റിലേറ്റിംഗ് ടു ഹാർട്ട് നമ്മുടെ ഇവിടെ കാർഡിയോളജിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബിഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് CAD ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ആൻജൈന.
ആൻജൈന എന്ന് പറയുന്നത് എന്താ പറയാ നെഞ്ചിന്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു ഭയങ്കര ശക്തിയായ ഒരു വേദനയാണ്. അത് പതുക്കെ നമ്മുടെ നെക്ക്, അതായത് നമ്മുടെ കഴുത്തിലേക്കും തോളിലേക്കും അതുപോലെ കൈകളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ അത് ഇവിടെയാണ് നമ്മൾ എന്താ പറയാ, അത് ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു രോഗമാണ്. ആ ആൻജൈന പോലെയുള്ള കൊറോണറി ആർട്ടറി ഡിസീസസുകളൊക്കെ ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. CABG എന്നതിനെ ഷോർട്ട് ചെയ്ത് പറയാം. ഈ കൂടാതെ കാർഡിയോവാസ്കുലർ സർജറീസ്, ഹാർട്ടിനും അതുപോലെ ബ്ലഡ് വെസൽസിനും ഉണ്ടാകുന്ന പലതരം സർജറീസും കാർഡിയോവാസ്കുലർ സർജറിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് വാൽവ് റിപ്പയേഴ്സ്, വാൽവ് റിപ്ലേസ്മെന്റ്, ബൈപ്പാസ് സർജറി, പിന്നെ കോൺജനിറ്റൽ ഡിഫക്ട്സ്, ഇതൊക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന സർജറീസും ഡിസീസസും എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പേസ് മേക്കർ ഇംപ്ലാന്റേഷനും മയോകാർഡിയൽ ഇൻഫാക്ഷനും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. കിട്ടിയോ? മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് മനസ്സിലായില്ലേ? ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ കൊറോണറി ആർട്ടറി ഡിസീസും ഒന്ന് തന്നെയാണോ? ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്, അതായത് പെട്ടെന്ന് നിന്നു പോകുക, അറ്റാക്ക് ആണ് ഹാർട്ടിന്. മറ്റേത് അതിന്റെ ഒരു ചെറിയ സൂചനകൾ തന്നുകൊണ്ടിരിക്കും. ആൻജൈന അതിന്റെ സൂചനകളാണത്. അത് പതുക്കെ പതുക്കെ പിന്നീട് ഒരുമിച്ച് അത് നിന്ന് മൊത്തത്തിൽ അങ്ങോട്ട് ബ്ലോക്ക് ആയിട്ട് പോകുമ്പോൾ ആർട്ടറീസിൽ ഈ പറയുന്ന പ്ലാക്സ് വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ ചെറിയ ഇത്തരം വേദനകളോ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെയൊന്നും പരിഗണിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് അത് മൊത്തത്തിൽ ബ്ലോക്ക് ആയി പോകുമ്പോഴാണ് അറ്റാക്ക് വരിക, അതിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്താ പറയാ പ്രിവെന്റ് ചെയ്ത് ഹാർട്ട് അറ്റാക്സിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ആൻജൈന നമുക്ക് കാണുമ്പോൾ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്ത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിങ്ങിലൂടെ അത് ട്രീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഭേദമാക്കാം. അങ്ങനെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വർദ്ധിപ്പിക്കാം എന്നാണ് പറഞ്ഞത്. ക്ലിയർ? മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി. സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എന്റെ സൗണ്ട് അല്ല, മീൻസ് ബ്രേക്ക് ചെയ്ത് കൊണ്ടോന്നാണ് ചോദിക്കുന്നത്. ഇല്ല. ഓക്കെ, അനസ്തേഷ്യോളജി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ് അനസ്തേഷ്യോളജി? എപ്പോഴാണ് നമ്മൾ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം അല്ലെ, പല സർജറീസും പല എന്താ പറയാ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്ന സമയത്താണ്. സർജറി മീൻസ് ഓപ്പറേഷൻസ് നടക്കുന്നു. പല പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്രസ് ചെയ്യും. ഡ്രസ് ചെയ്യുന്ന ഉൾപ്പെടുന്നതല്ല, നമ്മളുടെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി വരുമ്പോ അവിടെയൊക്കെ എന്താ പറയാ ഡ്രസ് ചെയ്യുന്നല്ലേ പറയുന്നത്, എങ്ങനെയാ പറയുന്നത്, അതായത് കഴുകി അതിനെ എന്താ പറയാ ഡിസ്ഇൻഫെക്റ്റന്റ് ഒക്കെ ചെയ്ത് കഴുകി കെട്ടി മരുന്നൊക്കെ വെച്ച് ഭദ്രമാക്കും. ചിലതൊക്കെ സ്റ്റിച്ചിങ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പെയിൻഫുൾ ആണ്. കാരണം മനുഷ്യനല്ലേ, നമുക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉള്ളതാണ്. അപ്പൊ അതിനെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഒരു കൊടുക്കുന്ന ഒരു ഇതാണ്, മെഡിസിനൽ ഒരു കാര്യമാണ് നമ്മുടെ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ഈ പറയുന്ന അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന അനസ്തെറ്റിക്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും അവർ അനസ്തേഷ്യാസ് എല്ലാം ഒരുപോലെയല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. they administer in 3 types of anesthesias. പ്രധാനമായിട്ടും ഇത്തരം ഡോക്ടേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് 3 രീതിയിലുള്ള അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 3 രീതിയിലുള്ളത്. ഒന്ന് ജനറൽ അനസ്തേഷ്യ, സെക്കൻഡ് വൺ ലോക്കൽ അനസ്തേഷ്യ, തേർഡ് വൺ റീജിയണൽ അനസ്തേഷ്യ. ജനറൽ, ലോക്കൽ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ, ഇങ്ങനെ 3 രീതിയിലുള്ള അനസ്തേഷ്യാസ് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി എന്നല്ല, ഓരോന്നിനും പ്രത്യേകം രീതിയിലുള്ള അനസ്തേഷ്യാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് രീതിയിലുള്ള സർജറീസ് ആണ്, ഏത് രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ്. അതിൽ ആശ്രയിച്ചിട്ടാണ് ഏത് രീതിയിലുള്ള അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ജനറൽ അനസ്തേഷ്യ. ഒന്നാമത്തെ അനസ്തേഷ്യ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ മെഡിസിൻ ആയിട്ടാണ് കൊടുക്കുന്നത്, വിച്ച് ഈസ് പ്രൊവൈഡഡ് ത്രൂ എ മാസ്ക് ഓർ IV cannula which is placed under the വെയിൻ. നമ്മുടെ വെയിനിൽ വെച്ചിട്ട് വെയിനിലൂടെ പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, IV കാനുലയിലൂടെയോ അല്ലെങ്കിൽ മാസ്ക് വെച്ചിട്ടോ മെഡിസിൻ കൊടുത്ത് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് when the patient becomes unconscious, the doctors can perform their surgeries. പറയുന്നത് ഇപ്പൊ സി സെക്ഷൻ ചെയ്യല്ലോ, അപ്പൊ അത് മറ്റേ സ്പൈനൽ കോഡിലല്ലേ അനസ്തേഷ്യ കൊടുക്കുന്നത്?
അപ്പൊ അത് ശരിക്കും ഈ അനസ്തേഷ്യ ശരിക്കും കൊടുക്കുന്നത് എന്തിനാ? ശരിക്കും പെയിൻ അറിയാതിരിക്കാനല്ലേ? പിന്നെ ഒന്നുമില്ല, ചോദിച്ചോ. അതെ, നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് അതിനകത്ത്. എല്ലാ അനസ്തേഷ്യയും പറഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, അതിനോട് സമയം തരാം. അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അനസ്തേഷ്യോളജി വിഭാഗം എന്താണെന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പൊ ജനറൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത് മെഡിസിൻസ് ആയിട്ടാണ്. അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വയലിട്ടൊക്കെ ഒന്നുമില്ല കൊടുക്കുക, അത് ഒന്നില്ലെങ്കിൽ മാസ്ക് വെച്ചിട്ട്. അപ്പൊ മാസ്ക് വെച്ചാൽ ഇങ്ങനെ അനസ്തേഷ്യ പോണേന്നായിരിക്കും. നമ്മൾ നെബുലൈസ് ചെയ്യാറില്ലേ? നെബുലൈസ് ചെയ്യില്ലേ? ശ്വാസം മുട്ട് വരുമ്പോ ആളുകൾക്ക് നെബുലൈസേഷൻ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാ നമ്മള് കുറച്ചു നേരം ഒന്ന് വലിച്ചു ചെയ്യുമ്പോ എന്തൊരു റിലാക്സേഷൻ ആയിരിക്കും. മ്യൂട്ട് ചെയ്തേട്ടാ മക്കളെ, നല്ലത്. അടുത്ത ചീത്ത കേൾക്കേണ്ടി വരും ആളുകളുടെ. ഓക്കെ, അപ്പൊ എന്താ ഇത്തരം അനസ്തേഷ്യാസേ നമ്മളുടെ മാസ്കിലൂടെ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ? മാസ്ക് ഇങ്ങനെ വെറുതെ വെച്ചാലൊന്നും നമ്മൾ ബോധമൊന്നും കേട്ടില്ല അല്ലെ? നമ്മൾ നെബുലൈസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും, ചിലർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഈ ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാല് അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നുണ്ടോ, കാരണം എക്സ്പീരിയൻസ് ഉള്ള കാര്യമല്ലേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ശ്വാസം മുട്ട് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എവിടെ വരെ സ്വർഗത്തിൽ വരെ പോയിട്ട് തിരിച്ചു വരും. കാരണം അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അകത്തേക്ക് ശ്വാസം വലിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് ശ്വാസം മുട്ട് എന്ന് പറയുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല, അനുഭവിച്ചറിഞ്ഞാൽ അതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ. ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒട്ടും പറ്റാണ്ടാകുമ്പോൾ ഗുളിക മരുന്നൊന്നും കൊടുത്താൽ ചിലപ്പോൾ ചിലതൊന്നും മാറ്റാൻ പറ്റില്ല, അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവരെ കൊണ്ടുപോകണം, ഹോസ്പിറ്റൽസിൽ കൊണ്ടുപോയി ആ നെബുലൈസ് കൊടുത്തു കഴിയുമ്പോഴാണ് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് ഇൻഹെയിൽ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആശ്വാസം. പിന്നെ നമ്മള് സുഖാനുഭൂതിയിലാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ വലിച്ചു ചെയ്യുമ്പോൾ ഇതിനകത്ത് അവരൊരു മെഷീനാണ് വെച്ചിരിക്കുന്നത്. ആ മെഷീനിൽ അവരൊരു മെഡിസിൻ, അതായത് നമ്മളുടെ എന്താ പറയാ മറ്റേ മരുന്ന് ആസ്പിരിനൊക്കെ പോലത്തെ എന്തെങ്കിലും മരുന്നൊക്കെ ആയിരിക്കാം, അങ്ങനെയുള്ള മരുന്നുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന പോലെ ശ്വാസം എടുക്കുമ്പോൾ ഇത് മൂക്കി കൂടി ഇങ്ങനെ കയറി നമ്മളുടെ ഹാർട്ട് വരെയൊക്കെ എത്തുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മുടെ ആ ശ്വാസമുട്ടിന് ഒരു ശമനം ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ ചില എന്താ പറയാ ഈ ജനറൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുമ്പോഴും മാസ്ക് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഇതുപോലെയുള്ള മെഡിസിൻ ആണ് ഇട്ടിരിക്കുക. ആ മെഡിസിൻ നമ്മൾ മൂക്കി കൂടി ഇൻഹേൽ ചെയ്യും ആൻഡ് ദ പേഷ്യന്റ് ബിക്കംസ് അൺകോൺഷ്യസ്. ഇത്തരം അനസ്തേഷ്യ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു? ഈ മാസ്കിലൂടെ വെച്ചിട്ട് അങ്ങനെ ഇൻഹേൽ ചെയ്യിപ്പിച്ച് ബോധപ്പെടുത്തുന്നു. അതായത് നമ്മൾ അറിയാതിരിക്കാൻ. കാരണം ഈ പറയുന്ന സർജറീസും പ്രൊസീജിയേഴ്സും ഒക്കെ പെയിൻഫുൾ ആണ്. പെയിൻഫുൾ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പെയിൻ വരുന്ന സാധനം ചെയ്താൽ നമ്മൾ പെട്ടെന്ന് കൈവരിക്കും, അല്ലെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യും. നമുക്ക് അതിനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എത്ര ആളുകൾ എനിക്കിപ്പോ വേദന എടുക്കില്ല അതാണെന്ന് പറഞ്ഞാലും നമ്മുടെ ബോഡി വിൽ റിയാക്ട്. നമ്മൾ എത്ര മസിൽ പിടിച്ചിരുന്നാലും ആ ബോഡി എങ്ങനെ വേണമെങ്കിലും അത് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ തട്ടും, അല്ലെങ്കിൽ വലിക്കും. അന്നേരം ഭയങ്കര വലിയ പ്രശ്നത്തിലേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ അവർക്ക് സർജറിയോ പ്രൊസീജിയേഴ്സോ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പേഷ്യന്റ് കൈ വലിച്ചാല് അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വലിയ ഇഞ്ചുറി അവിടെ നടക്കും. ഓക്കെ, അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ പേഷ്യന്റ് ഇത് അറിയരുത്. അപ്പൊ അവരെ അൺകോൺഷ്യസ് ആക്കാനുള്ള ഒരു ഉപാധിയാണ് അനസ്തേഷ്യ. അതിൽ ഇത് മെഡിസിൻസിലൂടെ മാസ്ക് വെച്ചിട്ടും അതുപോലെ തന്നെ IV ക്യാനുല പ്ലേസ് ചെയ്തിട്ട്. ഇപ്പൊ നമ്മള് ഗ്ലൂക്കോസ് ഒക്കെ എടുക്കാൻ കിടക്കൂലേ? ഗ്ലൂക്കോസ് എടുക്കുമ്പോ ഡ്രിപ്പ് ഇടുന്ന സമയത്തെ ഇവര് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ ഇങ്ങനെ വെളുക്കാൻ പറ്റിയ സാധനം വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടാവും. ഇത് ഒരു ബോട്ടിൽ തീർന്നു, അടുത്ത ബോട്ടിൽ കൂടി പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു IV ക്യാനുല എന്ന് പറയുന്ന ഒരു സാധനമാണ് അതവിടെ പ്ലേസ് വെച്ചിരിക്കും. നമ്മുടെ സിറിഞ്ചിന്റെ ഒക്കെ ടോപ്പ് പോലെ അടപ്പ് പോലത്തെ ഒരു സാധനമാണ്. അത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാം. വെറുതെ ഒട്ടിച്ച് വെച്ചേക്കല്ല, നമ്മുടെ വെയിനിൽ കൂടി പ്ലേസ് ചെയ്തിട്ടാണ് അത് അവിടെ ഒട്ടിച്ചേക്കണേ. സോ ദാറ്റ് അവർക്ക് എളുപ്പമായി എന്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ വെയിൻ നോക്കണ്ട, വെയിൻ അവിടെ കിടക്കണം. ചിലരുടെ വെയിൻ പിടിച്ചാൽ കിട്ടില്ല, അപ്പൊ അതിൽ കൂടി ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഡ്രിപ്പ് ഇടുമ്പോൾ അത് ഓരോ ബോട്ടിൽ ചെയ്യുമ്പോൾ അടുത്തത് വീണ്ടും കുത്തിക്കയറ്റി ഈ സൂചി കയറ്റണ്ട. അപ്പൊ അതിന് വേണ്ടി ഈ ക്യാനിലൂടെ പ്ലേസ് ചെയ്ത് വെക്കും. അപ്പൊ അതിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇഞ്ചക്ട് ചെയ്തിട്ട് ആ മെഡിസിൻ അകത്തോട്ട് കയറി ചെന്ന് അത് പ്രവർത്തിച്ചു കൊടുക്കുമ്പോൾ ആ അനസ്തേഷ്യ നമ്മുടെ ബോഡിയിൽ പ്രവർത്തിച്ചു കൊടുക്കുമ്പോൾ ബിക്കം അൺകോൺഷ്യസ്. പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുന്നു ആൻഡ് ഡോക്ടേഴ്സിന് കൃത്യമായ ജോലി നിർവഹിക്കാൻ പറ്റുന്നു. അതിനെയാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ മെഡിസിൻ ആയിട്ടാണ് ത്രൂ മാസ്ക് ഓർ IV ക്യാനുല. അതെങ്ങനെ കൊടുക്കുന്നത്? മാസ്കിലൂടെയോ IV ക്യാനുല വെയിനിൽ പ്ലേസ് ചെയ്തിട്ടോ ആണ്. ക്ലിയർ ആണോ? ജനറൽ അനസ്തേഷ്യ എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ?
അടുത്തത് ലോക്കൽ അനസ്തേഷ്യ ആണ്. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഇത് എന്താ പറയാ ബ്ലോക്സ് ദ സെൻസേഷൻ ഓഫ് എ സ്മോൾ ഏരിയ ഓഫ് ബോഡി പാർട്ട്. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ആ ചെറിയ ഭാഗം മാത്രം നമ്മുടെ സെൻസേഷനെ ബ്ലോക്ക് ചെയ്യുന്നു. എന്താ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ തൊടുന്നതോ കുത്തുന്നതോ ഒക്കെ അറിയാതിരിക്കാൻ വേണ്ടി അത് ബ്ലോക്ക് ചെയ്യുന്നു. അത് അറിയാതിരിക്കാൻ വേണ്ടി ആ ഫീലിംഗ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചെറിയൊരു ഭാഗം മാത്രം. ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ ഡെന്റിസ്റ്റുകളാണ് ഈ ഒരു അനസ്തേഷ്യ ഹാൻഡിൽ ചെയ്യുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ബിക്കോസ് ഡെന്റിസ്റ്റുകൾക്ക് പല്ല് കറക്റ്റ് ചെയ്യണം, അതിന്റെ ശരീരം മുഴുവനും മരവിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഇപ്പൊ പല്ലെടുക്കാൻ അതൊക്കെ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള കാര്യമായിരിക്കും. പല്ലെടുക്കാൻ പോയിട്ടുള്ളവരുണ്ടായിരിക്കും ഇതിനകത്ത് മിക്കവാറും. പല്ലിന് കമ്പിയിട്ട് അലൈൻമെന്റ് ആക്കാൻ പോയിട്ടുണ്ടാവും, ജോ കറക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാകും, റൂട്ട് കനാൽ ചെയ്യാൻ പോയിട്ടുള്ളവരുണ്ടാകും, അല്ലെ നമ്മുടെ അകൽച്ചയുള്ള പല്ലുകളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിലൊക്കെ ഡെന്റിസ്റ്റുകളാണ് ഈ ഒരു കാര്യം അവർ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം ഈ അനസ്തേഷ്യ നമ്മളൊരു കുഞ്ഞു കുത്ത്, നമ്മൾ പോലും അറിയില്ല കേട്ടോ. അവിടെ ഒരു കുത്ത് കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗം ഇങ്ങനെ നമുക്ക് ഇല്ലാത്ത പോലെ തോന്നും, ഭയങ്കരമായിട്ട് നമ്പ് ചെയ്തിരിക്കും, മരവിച്ചിരിക്കും. അത്രയും ഭാഗം മാത്രം, ആ ഒരു സ്മോൾ ഏരിയ മാത്രം സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുന്ന അനസ്തേഷ്യയാണ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ എന്ന് വിളിക്കാം. എക്സാമ്പിള് ഇതാണ്. ഡെന്റിസ്റ്റുകളാണ് ഈ ഒരു അനസ്തേഷ്യ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ? ആണോ? വേഗം, നമ്മൾ കുറച്ച് ബാക്കിലാണ്, ബിക്കോസ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ലാസ് കുറച്ച് പോയിട്ടില്ല. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ അനസ്തേഷ്യ പറയാൻ പോവാണ്, റീജിയണൽ അനസ്തേഷ്യ. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഇറ്റ് നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ അങ്ങോട്ട് മരവിപ്പിച്ച് കളയുന്ന അനസ്തേഷ്യനെയാണ് എന്ത് വിളിക്കുക, റീജിയണൽ അനസ്തേഷ്യ. ദാറ്റ് ഈസ് വാട്ട് നേരത്തെ ആ കുട്ടി ചോദിച്ചതുപോലെ, ആ കുട്ടി പറഞ്ഞതുപോലെയുള്ളതാണ്. സി സെക്ഷൻ ആണ്, അതായത് സിസേറിയൻ ആണ് ഇതിനു വേണ്ടിയിട്ട്. അതായത് സിസേറിയൻ പ്രോസസ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, അത്തരം സെക്ഷൻസിലാണ് ഈ ഒരു അനസ്തേഷ്യ കൂടുതലായിട്ട് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് ഒരു വലിയ ഒരു ഓപ്പറേഷൻ ആണ്, അല്ലെ? സിസേറിയൻ എന്ന് പറയുന്നത് ഒരു വലിയ സർജറി ആണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് തുറന്നു വെച്ചിട്ട് കുട്ടീനെ പുറത്തെടുക്കണം, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലോങ് സമയമാണ് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, കുഞ്ഞ് അനസ്തേഷ്യക്ക് കൊടുത്തിട്ട് കാര്യമില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ അനസ്തേഷ്യക്കൊക്കെ ഒത്തിരി ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരും. അൺകോൺഷ്യസ് ഒക്കെ മാറി കോൺഷ്യസ് ആകും, മരവിപ്പിക്കലൊക്കെ മാറി ശരിയായ മനുഷ്യന്റെ ഫ്ലഷ് പോലെ ആകും. ഓക്കെ, അപ്പൊ ഇത്തരം സിസേറിയൻ പോലെയുള്ള സെക്ഷൻസിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യയാണ് റീജിയണൽ അനസ്തേഷ്യ. ആ ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ബോഡീനെ മുഴുവനായിട്ട് അങ്ങോട്ട് നമ്പയിക്കും, മരവിപ്പിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് സിസേറിയൻ നടക്കുമ്പോൾ നമ്മുടെ വയറിന്റെ അവിടെ തുടങ്ങി താഴോട്ടുള്ള ഭാഗം, ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ഫുള്ള് എന്ത് ചെയ്യുന്നു, നമ്പ് ചെയ്യുന്നു, മരവിപ്പിക്കുന്നു. അപ്പൊ എന്നിട്ട് അവരത് ചെയ്ത് ഇപ്പൊ എന്താ പറയാ, സ്പൈനലിന്റെ ഒക്കെ അവിടെയായിട്ടാണ് കുത്തറ, അല്ലെ? ഭയങ്കര വലിയ ഇഞ്ചക്ഷൻ ആണെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അറിയാം, ഒരുപാട് പേർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉള്ളവരെ ഉണ്ടാകും. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെ അങ്ങോട്ട് തന്നെ പറയും, അല്ലെ? എന്ത് പറയും, സിസേറിയൻ മതി. ബിക്കോസ് അതിന്റെ നോർമൽ ആകുന്നതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോഴും ഒത്തിരി പെയിൻഫുൾ ആണ്, വന്നും പോയി അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കുറെ നേരം ഇങ്ങനെ വരുന്നു, അതിനേക്കാൾ അടുത്ത പ്രാവശ്യം കുറച്ചു നേരം അതിന് മാറും, അതിന് വീണ്ടും അതിന്റെ ഇരട്ടി ശക്തിയോട് വീണ്ടും ആ വേദന പുറത്തു വരും, അതേപോലെ കുറച്ച് ഇതൊന്നും മാറും, വീണ്ടും അതിനേക്കാൾ ശക്തിയോടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതാണ് നോർമലിന്റെ സ്റ്റേജ്. മറ്റേതാകുമ്പോൾ വലിയ പെയിൻഫുൾ ഒന്നും തോന്നുന്നില്ല അവർക്ക്. പക്ഷെ സിസേറിയൻ, അതായത് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും കോംപ്ലിക്കേഷൻസ് ഒന്നും തോന്നുന്നില്ല എങ്കിൽ അത്തരം കാര്യങ്ങളാണ്. പിന്നെ സമയവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഡേ ഒക്കെ ഉണ്ടല്ലോ, എത്ര ദിവസമൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടും യാതൊരു രീതിയിലുള്ള ഒരു മാറ്റവും ഇല്ല എങ്കിൽ അത്തരം സാഹചര്യത്തിലൊക്കെയാണ് ഈ സിസേറിയൻ സെക്ഷൻസ് ഒക്കെ നടത്തുക. അപ്പോഴാണ് റീജിയണൽ അനസ്തേഷ്യാസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഇത് മൊത്തം മരവിപ്പിക്കുന്നു. അപ്പൊ മുകളിലേക്കുള്ള ഭാഗത്ത് അവർക്കെല്ലാം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ വേദന അനുഭവിക്കുന്നില്ല. കാരണം എന്താ, നമ്പ് ചെയ്തിരിക്കുകയാണ്, ആ ഭാഗം മുഴുവൻ മരവിപ്പിച്ചേക്കാണ്. അപ്പൊ അറിയുന്നില്ല, ഇവിടെ എന്തൊക്കെയോ കീറലും മുറുക്കിലൊക്കെ നടക്കുന്നുണ്ട്, ആ ഒച്ചയും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വേദന ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പോ ഇതിന് ഈ സമയത്ത്, അതായത് when this regional anesthesia is provided, അല്ലെങ്കിൽ while doing such surgeries, ഈ anesthesiologist has to monitor the patient's blood pressure, heart rhythm, temperature, level of consciousness and amount of oxygen in blood. ഇതൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യണം. പേഷ്യന്റിന് ഇത്തരം അനസ്തേഷ്യസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പേ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് നോക്കണം, ഹാർട്ട് റിതം നോർമൽ ആണോ നോക്കണം, കോൺഷ്യസ് ലെവൽ എത്രയുണ്ടെന്ന് നോക്കണം, ഓക്സിജൻ, ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് എത്രയുണ്ടെന്ന് നോക്കണം, ബ്ലഡ് പ്രഷർ എത്രയുണ്ടെന്ന് നോക്കണം. ഇതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം.
അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പും പിമ്പും ഒക്കെ എന്താ പറയുക ഇതൊക്കെ ഒന്ന് അഡ്മിനിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് അസസ് ചെയ്യണം. അതിനുശേഷം മാത്രമൊക്കെയാണ് സർജറീസ് ഒക്കെ നടത്തുക. കാരണം പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ട് കൃത്യമായിട്ട് കെയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. സിസേറിയൻ ആണ് റീജിയണൽ അനസ്തേഷ്യക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ. സിസേറിയൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് റീജിയണൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? 3 areas of anesthesia ഒക്കെ മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഓർ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, CCU, ICU ഓർ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നും പേരുണ്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നൊക്കെ പേരുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത? ഇൻ ദിസ് ദ പേഷ്യൻസ് ആർ ബ്രോട്ട് ഓർ അപ്പോയിന്റഡ് ഓർ എന്താ പറയാ, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റില് ആളുകൾ കൂടുതലും പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും? ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ്സുമായിട്ട് ഉള്ള ആൾക്കാരായിരിക്കും. അതായത് ജീവിതത്തോട് ഇങ്ങനെ മല്ലിട്ട് കിടക്കുന്ന ആൾക്കാർ, ജീവിക്കോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലുള്ള ആളുകളെയാണ്. അതായത് കൂടുതൽ കെയർ കിട്ടേണ്ട പേഷ്യൻസിനെ എന്താ പറയാ അപ്പോയിന്റ് ചെയ്യുന്ന കിടത്തുന്ന അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CCU എന്ന് പറയുന്നത്. അപ്പോ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഇത്ര സമയം എന്നൊന്നുമില്ല, അത് സമയമൊക്കെ ഒരിക്കലേ അറിയുള്ളൂ. റെക്കോർഡ് ചെയ്യുന്ന, അതായത് ഓരോ അനസ്തേഷ്യക്കും അതിൻ്റെതായ സമയമുണ്ട്. വലിയ നമ്മുടെ സിസേറിയൻ പോലെയുള്ള അനസ്തേഷ്യ, അതായത് റീജിയണൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും ലോങ് ലാസ്റ്റിംഗ് അല്ല നമ്മുടെ മറ്റേ ലോക്കൽ അനസ്തേഷ്യയും ജനറൽ അനസ്തേഷ്യയും. അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് കോൺഷ്യസിലേക്ക് എത്താൻ, നമ്മുടെ മരവിപ്പ് മാറാൻ ഒക്കെ സമയം എടുക്കും. ഏതിന്? നമ്മുടെ റീജിയണൽ അനസ്തേഷ്യ ആണെങ്കിൽ കൂടുതൽ സമയം കഴിയുമ്പോൾ അതിന്റെ ഇത് മാറുള്ളൂ. കാരണം അത് പ്രൊസീജിയർ കൂടുതലാണല്ല, അത് ഡിപ്പെൻഡ് അപ്പോൺ അത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വലിയ സർജറീസ് നടത്തണമെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ പോലെയുള്ളത് കൊടുക്കണം. കാരണം അതിനാണ് ഒരു ദൈർഘ്യം കൂടുതലുള്ളത്. ആ അനസ്തേഷ്യ കുറച്ച് നേരം നീണ്ടു നിൽക്കും. നിങ്ങൾക്ക് ഈ ലോക്കൽ അനസ്തേഷ്യ ഒന്നും ആരും എടുത്തിട്ടൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പല്ലുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. ഏറ്റവും നല്ല ഉദാഹരണവും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ടുള്ളത് കൊണ്ടാണ് അത് പറയാൻ കാരണം. പല്ലിലൊക്കെ എന്തെങ്കിലും ചെയ്യാത്ത ആൾക്കാരുണ്ടാവോ? ഇങ്ങനെ പല്ലില് കമ്പിടുക, പല്ല് എന്താ പറയാ എടുത്തു കളയുക, ഓക്കെ, മരുന്നിന്റെ ഡോസ് അനുസരിച്ച് മാത്രം ആയിരിക്കില്ലല്ലോ. അതൊക്കെ ഒരു ഡോസ് ഉണ്ടാവും എന്തായാലും. സിസേറിയൻ കൊടുക്കാൻ പോകുന്ന പേഷ്യൻസിന് ഇത്ര എന്താ പറയാ ഒരു റീജിയണൽ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യണമെന്ന് അവർക്കറിയാം. ഓക്കെ, അപ്പൊ അവർക്ക് അതിനൊരു ഡോസ് ഉണ്ട്. അതിന് എന്തോരം ഡോസുകൾ മരുന്നാണ് കൊടുക്കണമെന്ന് അവർക്കുണ്ട്. അതൊക്കെ അതിന്റെ അളവനുസരിച്ച് തന്നെയാണ് കൊടുക്കണേ. ആ ഒരു അളവ് അത് കൊടുത്തു കഴിയുമ്പോൾ എത്ര നേരത്തേക്കാണ് പേഷ്യന്റ് അബോധാവസ്ഥയിൽ അങ്ങനെ മരവിപ്പ് അനുഭവപ്പെടുക എന്ന് അവർക്കറിയാം. അത് കൊടുക്കുന്ന ആളുകൾക്കാണ് അറിയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും ഇന്റൻസീവ് കെയർ യൂണിറ്റും ഇവിടെ ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ്സുമായിട്ട് വരുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇതിനെ നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നും ഒക്കെ പേരുണ്ട്. സോ ഇവിടെ നമ്മൾ വിചാരിക്കുമ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിനെ മിക്കവാറും കൊണ്ടുവരുന്നത് ഫ്രം ദ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഓർ റിക്കവറി റൂംസ് അല്ലെങ്കിൽ എമർജൻസി ഓർ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കും എന്താ പറയാ കൂടുതലും നമ്മുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് എത്തുക. അല്ലാണ്ട് ഓടിങ് നടന്നു വന്ന് ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ OP വന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് അത് ഇനിയിപ്പോ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നേരെ കയറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കിടക്കാൻ പറയുമോ? ഓടി വരുന്ന പേഷ്യൻസിനെ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ CCUലേക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് മിക്കവാറും ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ റിക്കവറി റൂമിൽ നിന്നോ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്നിട്ട്, അതായത് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിയെങ്കിലും അവര് എന്താ പറയാ കുറച്ച് സ്റ്റേബിൾ ആക്കാൻ അല്ലെങ്കിൽ ലൈഫിലേക്ക് തിരിച്ചു വരുമോ, ചിലപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് അതൊക്കെ 2 ദിവസം ICUല് അല്ലെ കിടത്തും ഇല്ലേ? അങ്ങനെ കിടത്താറില്ലേ പേഷ്യൻസിനെ? ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്തു. ഇനി all depends upon
ഗോഡ് എന്ന് പറഞ്ഞ അവരൊരു കാര്യം പറയും ലാസ്റ്റ് അല്ലെ. ചില അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടിരുമ്പോ ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, ദൈവ നിശ്ചയം പോലെ നടക്കട്ടെ, അപ്പൊ നമ്മൾ പരമാവധി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ ഈ ICU-ല് 2 ദിവസമൊക്കെ കിടത്തുന്നു. മിക്കവാറും കുറെ ആളുകളൊക്കെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വീണ്ടും നല്ല രീതിയിലേക്ക് ലൈഫിലേക്ക് തിരിച്ചു വരുന്നവരും ഉണ്ടായിരിക്കും. ചില സമയത്ത് മാത്രമേ ചില കാര്യങ്ങൾ സംഭവിക്കുള്ളൂ അല്ലെ, നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ പേഷ്യൻസിനെ കൊണ്ടുവരാം. ആൻഡ് സം പേഷ്യൻസ് ഓർ സർട്ടൻ പേഷ്യൻസ് നീഡ് ഐസൊലേറ്റഡ് റൂംസ് ഫോർ ഗെറ്റിംഗ് ഇൻഡിവിജ്വൽ മെഡിക്കൽ അറ്റൻഷൻ. ചില പേഷ്യൻസിന്, അതായത് വ്യക്തിപരമായിട്ടുള്ള മെഡിക്കൽ അറ്റൻഷൻ, അവരെ മാത്രം, വേറെ ആരുമില്ല. അതായത് ഈ ICU-വിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 10-12 ബെഡൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഓരോന്നിലും 10-12 ബെഡൊക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ പേഷ്യൻസ് ഉണ്ടാവും. അതിനകത്ത് 1-2-3 നഴ്സുമാരൊക്കെ ഇവരെ കെയർ ചെയ്യാനായിട്ട് നിൽക്കും. അപ്പൊ അവിടെ അത്രയും പേഷ്യൻസും അത്രയും നഴ്സസും മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. എന്നാൽ ചില പേഷ്യൻസിന് കൂടുതൽ വീണ്ടും ഇൻഡിവിജ്വൽ കെയർ കിട്ടണമെന്ന് വിചാരിക്കാം. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണമെങ്കിൽ അത്തരം പേഷ്യൻസിനെ ഐസൊലേറ്റഡ് ഒറ്റപ്പെട്ട മുറിയിലേക്ക് മാറ്റും. അപ്പൊ അവിടെ ഒരു നഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അവർ അത് വേണ്ട എല്ലാ കാര്യങ്ങളും എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കണം. എന്തൊക്കെയാണോ അവരുടെ അടുത്ത് മാറാൻ പാടില്ല. അതല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പാകത്തിന് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരെ മാത്രം ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് ആക്കുന്നു. ഇനി ICU will have only a few number of beds. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് ബെഡ് ICU-ൽ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ഈ ഇത്രയും കുറവ് ബെഡ് ഉള്ളൂ എങ്കിലും there should be some specialized doctors, nurses, dietitians, anesthetics, physiotherapists. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ICU-വിനകത്ത് ഇത്രയും ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അവിടെ അതിനടുത്ത് ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാതെ ICU-ൽ കിടക്കുന്ന പേഷ്യൻസിന്റെ സ്ഥിതി ക്രിട്ടിക്കൽ ആ സിറ്റുവേഷനിൽ വീണ്ടും മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തണം ഇവര് എവിടെയുണ്ടെങ്കിലും. അതുകൊണ്ട് അവിടെ ചുറ്റുവട്ടത്തുനിന്ന് വിട്ട് എവിടെയും പോകാൻ പാടില്ല. സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം, നഴ്സസ് ഉണ്ടായിരിക്കണം, പിന്നെ എന്താ പറയാ ഫിസിയോതെറാപ്പിസ്റ്റുകൾ. ഇഫ് ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് സം തെറാപ്പീസ്, തെറാപ്പി ഒക്കെ കൊടുക്കണമെങ്കിൽ എന്തൊക്കെയൊക്കെ വേദനകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ അങ്ങനത്തെ തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി അവരും അനസ്തെറ്റിക്സ്, പെട്ടെന്നൊക്കെ വല്ല ഓപ്പറേഷനിലേക്ക് വീണ്ടും പോകണമെന്നുണ്ടെങ്കിൽ അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാകണം. ഡയറ്റീഷ്യൻസ്, ഏത് തരത്തിലുള്ള ഫുഡ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഡയറ്റീഷ്യനാണ്. അപ്പൊ മിക്കവാറും ലിക്വിഡ് ഫുഡ് അല്ലേ നമ്മൾ ICU-ൽ എടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കാം. നമ്മളൊക്കെ പുറത്ത് കാവലിൽ നിൽക്കുമ്പോൾ ICU-ൽ ഏതെങ്കിലുമൊക്കെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയും അല്ലെ, കഞ്ഞിയൊക്കെ അടിച്ച് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരാം, ലിക്വിഡ് ഫോമിൽ കൊണ്ടുവരാം എന്നൊക്കെ പറയും. ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ചായ ആയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം. അല്ലാണ്ട് ബിരിയാണി പൊറോട്ടയും ചിക്കനൊന്നും മേടിച്ചു കൊടുക്കൂലല്ലോ ICU-ൽ എടുക്കുന്ന പേഷ്യൻസിന്. ഇല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അത്രയുള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ്സുമായിട്ടുള്ള പേഷ്യൻസിനെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എസ്പെഷ്യലി ഇതിന് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നും എന്താ പറയാ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നൊക്കെ പേരുണ്ട്. പേഷ്യൻസ് ഫ്രം ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ റിക്കവറി റൂംസിൽ നിന്നുള്ളവരൊക്കെയാണ് ഇവിടെ കൊണ്ടുവരിക. ഇനി സം പേഷ്യൻസിന് ഐസൊലേറ്റഡ് റൂംസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ഫോർ ഇൻഡിവിജ്വൽ മെഡിക്കൽ അറ്റൻഷൻ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെഡിക്കൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഡോക്ടേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, നഴ്സസ്, അതുപോലെ ഡയറ്റീഷ്യൻ, അനസ്തെറ്റിക്സ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാണ്. ഡെർമറ്റോളജി. അതുകൂടി കഴിഞ്ഞിട്ട് നോട്ട് ഉണ്ട്, കാർഡിയോളജിയിലെ നോട്ട് ഉണ്ട് കുറച്ച് അധികം. അപ്പൊ ഡെർമറ്റോളജി ആണ്. ഡെർമറ്റോളജി is the department which deals with the diagnosis and treatment of the problems of our skin, hair, nails. അല്ലെ, നമ്മളുടെ ത്വക്ക്, മുടി, അതുപോലെ തന്നെ എന്താ പറയാ നഖം, ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രോഗങ്ങൾക്കുമുള്ള കെയർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. സ്കിൻ, ഹെയർ, നെയിൽ. And also it provides some specialized services which is including the diseases of our skin, hair, nails. ഇത് കൂടാതെ തന്നെ venereal diseases and also cosmetic problems ഇതും ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. venereal diseases means എന്താ? അതായത് സെക്ഷൽ എന്താ പറയാ കണക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഡിസോർഡേഴ്സ് ആണ്. നമ്മൾ സെക്ഷൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതും ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് പ്രോബ്ലംസ്. കോസ്മെറ്റിക് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഈ കോസ്മെറ്റിക് സാധനങ്ങൾ, പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ക്രീംസ് ആയിക്കോട്ടെ, അതുപോലെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മുടെ മുഖത്തും അവിടെ വാരി തേച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ സ്കിന്നിന്റെ സ്ട്രക്ചർ ഒക്കെ ആകെ മാറിപ്പോകും അല്ലെ. അവിടെ വല്ല പാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ
എന്താ പറയാ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെയും നമ്മള് ഭയങ്കര എന്താ പറയാ പാനിക് ആവും, അത് മാറ്റണമല്ലോ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സർവീസസ് നമ്മുടെ ഡെർമറ്റോളജിയിലുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കോസ്മെറ്റിക് പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരുപാട് എപ്പോഴെപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാരിത്തേച്ച് ആകെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ കോസ്മെറ്റിക് പ്രോബ്ലംസും ഡെർമറ്റോളജിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. സ്കിൻ, ഹെയർ, നെയിൽസ്, വെനേറിയൽ ഡിസീസ് ആൻഡ് കോസ്മെറ്റിക് പ്രോബ്ലംസ്, 5 ഓർത്തിരിക്കുക. ആൻഡ് ഓൾസോ പ്രോബ്ലംസ് വിച്ച് കംസ് അണ്ടർ ഡെർമറ്റോളജി സർവീസസ്, വീണ്ടും അവർ ഡീൽ ചെയ്യുന്ന മറ്റ് മാനേജ്മെന്റ് പ്രോബ്ലം ഏതാണെന്ന് അറിയാമോ? ആക്നെ, സ്കാർസ്, വിറ്റിലിഗോ, pigmentation, hair loss, hair fall, unwanted hairs, moles, warts and aging skin and wrinkling skin. ഇതൊക്കെ കൂടിയും ഇവർ മാനേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതൊക്കെയാണ് ആക്നെ, മുഖക്കുരു, പിമ്പിൾസ്, സ്കാർ, അടയാളത്തില്ലേ വല്ല പാടൊക്കെ വന്നിട്ട് എവിടെയെങ്കിലൊക്കെ പാടെന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ തെളിഞ്ഞു വല്ല പാടല്ല ഉദ്ദേശിച്ചത്. എല്ലായിടത്തൊക്കെ പണ്ടൊക്കെ വീണ് അതൊക്കെ മുറിവൊക്കെ ആയിട്ട് പിന്നെ അത് അവിടെ തന്നെ അങ്ങനെ മായാത്ത പാടുകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ. അതൊക്കെ ഒരു പരിധി വരയ്ക്ക് ഇന്ന് കുറെ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട് ഇതിന്. അത് നമ്മുടെ ഡെർമറ്റോളജിയിലുണ്ട്. സ്കാർസ്, പിഗ്മെന്റേഷൻ, കരിവാളിപ്പ്, നമ്മുടെ സൺ ടാൻ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പ്, വെറ്റിലിഗോ, പാണ്ട് രോഗമാണ് അത്. പിന്നെ ഹെയർ ഫോള്, ഹെയർ ലോസ്, അൺവാണ്ടഡ് ഹെയർ, നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ രോഗവളർച്ച, അത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അത് വേണ്ടാന്ന് വെക്കണം. ചില ആളുകളിൽ, അതായത് പെണ്ണുങ്ങളിലൊക്കെ തന്നെ ചിലർക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവിടെയൊക്കെ താടിയുടെ അവിടെയൊക്കെ രോഗവളർച്ച, അതൊക്കെ ഹോർമോൺസിന്റെ ഒക്കെ ചില ചേഞ്ചസ് ആണ്. ഒരു പരിധി വരെയൊക്കെ അതിനുള്ള ട്രീറ്റ്മെന്റുകളും ഡെർമറ്റോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോൾസ്, മറുക്, പിന്നെ അതുപോലെ തന്നെ വാട്സ്, അരിമ്പാറയ്ക്ക് വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റുകളുണ്ട്. റിംഗ്ലിംഗ് ആൻഡ് ഏജിങ് സ്കിൻ, അതായത് പ്രായാധിക്യം കൊണ്ടും അതുപോലെ തന്നെ തൊലിയിലൊക്കെ ചിലരുടെ ചുളിഞ്ഞൊക്കെ ഇരിക്കുമല്ലോ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യാൻ, അതായത് നമ്മളുടെ ഈ ത്വക്കൊക്കെ കറക്റ്റ് ആയിട്ട് ഏജ് ഒക്കെ തോന്നാത്ത രീതിയിൽ തന്നെ സ്കിന്നൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഡെർമറ്റോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കിൻ, ഹെയർ, നെയിൽസ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വെനേറിയൽ ഡിസീസസും കോസ്മെറ്റിക് പ്രോബ്ലംസും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആക്നെ, സ്കാർസ്, പിഗ്മെന്റേഷൻ, വിറ്റിലിഗോ, ഹെയർ ലോസ്, ഹെയർ ഫോൾ, അൺവാണ്ടഡ് ഹെയർ, മോൾസ്, വാട്സ് ആൻഡ് ഏജിങ് ആൻഡ് റിംഗ്ലിംഗ് സ്കിൻ, ഇതൊക്കെ ഇവര് മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡെർമറ്റോളജി മനസ്സിലായോ? ക്ലിയർ ഉണ്ടെന്നില്ലല്ലോ പിള്ളേരെ? ഉണ്ടെന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡിയോളജിയുടെ കുറച്ച് നോട്ട് ചെയ്താം. ആൻഡ് ഇഫ് ദർ ഇസ് എനി ടൈം റിമൈനിങ്, എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറയാം. അല്ലെങ്കിൽ കാർഡിയോളജി ഇതിലെ കാർഡിയോളജി നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങി ഇച്ചിരിയൊക്കെ പറഞ്ഞു വന്നതാ. ഒന്ന് എഴുതിയേക്കാം, കാർഡിയോളജി എന്ന ഹെഡിങ് ചെയ്താ പെട്ടെന്ന് എഴുതണോട്ടാ, സമയം പോകും. കാർഡിയോളജി ഹെഡിങ് ചെയ്താ അതില് കൊറോണറി ആർട്ടറി ഡിസീസ് എഴുതാം ആദ്യം. കൊറോണറി ആർട്ടറി ഡിസീസ്, കൊറോണറി ആർട്ടറി ഡിസീസ് ഒരു ഹൈഫൻ ഇട്ടിട്ട് CAD എന്ന് എഴുതാം കേട്ടാ. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. ഷോർട്ടായിട്ട് തരും, ചിലപ്പോ ഫുൾ ഫോം എഴുതാനായിട്ടൊക്കെ വരാറുണ്ട്. CAD, കൊറോണറി ആർട്ടറി ഡിസീസ്, CAD. നെക്സ്റ്റ് വൺ എഴുതാം ആൻജൈന, ANGINA, ആൻജൈന. എഴുതാൻ പറ്റുന്നില്ലേ? ഓക്കെ, ആൻജൈന എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. സിവിയർ പെയിൻ, സിവിയർ SEVERE, സിവിയർ പെയിൻ in chest, often spreading, SPREADING, often spreading to the shoulders, 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 arms, 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 and neck, 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 due to inadequate supply, inadequate ന്റെ opposite ആണ് INADEQUATE, inadequate
supply of blood to heart. Inadequate supply of blood to heart. അതാണ് angina. Next one, coronary artery bypass grafting. Coronary artery bypass grafting. Coronary artery bypass grafting. ബ്രാക്കറ്റില് CABG എന്ന് എഴുതാം കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം എഴുതാം CABG. CABG. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. A surgical procedure. A surgical procedure. സർജറി പ്രൊസീജിയർ ആണത്. സർജിക്കൽ പ്രൊസീജിയർ to treat CAD, coronary artery disease. അതാണ് CAD. To treat CAD. To treat CAD caused by CAUSED. Caused by the build-up of, caused by the build-up, BUILD, build-up of, caused by the build-up of plaques, 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 build-up of plaques in the arteries of heart, in the arteries of heart. In the arteries of heart. Full stop. By CABG, അതായത് plaques ശരിയാണ്, PLAQUES. By CABG, coronary artery bypass grafting. അത് ഫുള്ള് പറയുന്നില്ല, അതിനാണ് ഇത് CABG എന്ന് പറയുന്നത്. By CABG can relieve, RELEIVE, relieve chest pain, and increase life expectancy. Increase life expectancy. CABG-യിലൂടെ നമുക്ക് നെഞ്ചുവേദന ഇല്ലാതാക്കാനും അതുപോലെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നാണ്. നെക്സ്റ്റ് വൺ, കോൺജെനിറ്റൽ ഡിഫെക്ട്സ്. Congenital defects. Congenital defects. Hyphenated data. One or more problems with the heart. One or more problems with the heart present at birth. Present at birth. Present at birth. ജന്മനാ തന്നെ ഒന്നിലധികം പ്രശ്നങ്ങൾ ഹാർട്ടുമായിട്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മള് കോൺജെനിറ്റൽ ഡിഫെക്ട്സ്, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. എഴുതാൻ പറ്റില്ലേ? കുഴപ്പമില്ലല്ലോ പറയുന്നത്. Pacemaker implantation. Pacemaker implantation. Hyphenated data. A small battery operated device. A small battery, BATTERY, battery operated, small battery operated device that senses, senses, when our heart beats,
is too slow. Heartbeat is too slow. Heartbeat വളരെ സ്ലോ ആയി കഴിയുമ്പോൾ നമ്മളുടെ അത് സെൻസ് ചെയ്തെടുക്കാൻ കഴിവുള്ള ഇൻസ്ട്രുമെന്റ്, a small battery operated device that senses whenever heartbeat is too slow, is called pacemaker. Is called pacemaker. Is called pacemaker. Full stop. The pacemaker send. The pacemaker send. S-E-N-D-S. Sense. Send. Sense. Singular ആക്കണം. The pacemaker sends signal to the heart. To the heart, which makes the heartbeat at the correct pace. At the correct pace. Pace. P-A-C-E. Correct pace. Correct level. ആക്കുക എന്നുള്ളതാണ് പേസ്മേക്കറിന്റെ ആ ഒരു ഡ്യൂട്ടി. It is placed under the skin, below the neck. It is placed under the skin, below the neck. It is placed under the skin, below the neck. N-E-C-K. കിട്ടിയോ? ക്ലിയർ ആയോ? നോട്ട്സ് ഒക്കെ ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻസ് ഇല്ല? കുറച്ച് സ്ലോയില് പറയോ എന്നൊക്കെ ആരോ ചോദിച്ചിരുന്നു. ആർക്കൊക്കെ ക്ലിയർ ആയോന്നാവോ? CABG ആ, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അത് അതിന്റെ തിയറി, അത് എന്താ പറയാ, സെന്റൻസ് പറയാനാണോ പറയണേ, അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോമാ? എന്താ ചോദിച്ചാവോ? ഒന്ന് എഴുതി കൊടുക്കണം കേട്ടോ, ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. CABGയുടെ എക്സ്പ്ലനേഷൻ ആണോ ചോദിക്കുന്നേ? ആ, അനുപമയ്ക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണേ. CABG എന്താണ് എഴുതിയെന്ന് ടൈപ്പ് ചെയ്യാം. ആ, ഇപ്പൊ വരും കേട്ടാ അനുപമ, ഇപ്പൊ വരും. എല്ലാവർക്കും ക്ലിയർ ആയോ പറഞ്ഞതൊക്കെ? തുടക്കം ഞാൻ നിങ്ങൾ പറഞ്ഞു ആരോ ഇങ്ങനെ സ്പീഡ് കുറയ്ക്കോ എന്ന് ചോദിക്കണ്ടായിരുന്നു. സ്പീഡാണെങ്കിലും 3-4 പ്രാവശ്യം പറയും ഞാൻ, ഇല്ലേ? ഒറ്റ സെന്റൻസ് ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞ് ഞാൻ നിർത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒറ്റ പ്രാവശ്യമായിട്ടൊന്നും പറഞ്ഞ് നിർത്താറില്ലല്ലോ. ഇല്ല മാം. ആ, 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ നമ്മള് വരും, അത് 2-3 പ്രാവശ്യം വരും. ചിലരുടെ സ്ലാങ് എങ്ങനെയാണ് പറഞ്ഞു വരുമ്പോ, സംസാരിച്ചു വരുമ്പോ കുറെ അങ്ങനെ പെട്ടെന്ന് സ്പീഡ് ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോയി പോകും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നെടുത്ത ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? കാർഡിയോളജിയിൽ കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് പഠിക്കാനും ഉണ്ട്. നമ്മൾ എഴുതി തന്നിരിക്കുന്ന നോട്ടും ഉണ്ട് കേട്ടോ. നന്നായിട്ട് വായിച്ചു നോക്കാം. കാർഡിയോളജി, അനസ്തേഷ്യോളജി, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആൻഡ് ഡെർമറ്റോളജി. 4 അത് കാരണം എടുത്തിട്ടുള്ളൂ. അവർക്ക് കൂടുതൽ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ കാർഡിയോളജി അതിനകത്ത് പെട്ടതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ച് നിർത്തി. ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കുക. See you. Okay, thank you. Bye. Thank you, ma'am. Thank you, ma'am. Okay, thank you. Thank you, ma'am.